സോ പാരസൈറ്റുകൾ രണ്ട് കാറ്റഗറിയിലുണ്ട്, എക്ടോപാരസൈറ്റ് ആൻഡ് എൻഡോപാരസൈറ്റ്. സോ ആദ്യത്തെയാണ് എക്ടോപാരസൈറ്റ്. എക്ടോപാരസൈറ്റ് എന്ന് പറയുന്നത് പാരസൈറ്റ്സ് ഫീഡ് ഓൺ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ ഹോസ്റ്റ് ബോഡി. ഹോസ്റ്റ് ബോഡിയുടെ എക്സ്റ്റേണൽ സർഫസിൽ നിന്നുകൊണ്ട് അതിനെ ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ പാർട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് എക്ടോപാരസൈറ്റ്. സോ ഹോസ്റ്റ് ബോഡിയുടെ എക്സ്റ്റേണൽ സർഫസിൽ കാണപ്പെടുന്ന പാരസൈറ്റുകളാണ് എക്ടോപാരസൈറ്റ്. അവിടെ നിന്ന് അത് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്ടോപാരസൈറ്റ്. എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ ഹോസ്റ്റ് ബോഡിയിൽ നിന്നാണ് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്ടോപാരസൈറ്റ്. എക്സാമ്പിൾ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ലൈസ് ഓൺ ഹ്യൂമൻസ്, ഹ്യൂമൻസിൽ കാണുന്ന ലൈസ്, പെയിൻ. അതുപോലെ ടിക്സ് ഓൺ ഡോഗ്സ്, ഡോഗിൻ്റെ പുറത്തൊക്കെ കാണുന്ന ടിക്സുകൾ, ചെള്ള് പോലത്തെ ഉള്ളത്. പിന്നെ കോപ്പി പോട്ട്സ് ഓൺ മെറൈൻ ഫിഷ്. സോ മെറൈൻ ഫിഷിൽ കാണുന്ന എക്ടോപാരസൈറ്റ് ആണ് കോപ്പി പോട്ട്. അതുപോലെ കസ്ക്യൂട്ട. കസ്ക്യൂട്ട എന്ന് പറയുന്നത് ഒരു പാരസറ്റിക് പ്ലാന്റ് ആണ്. ഹെഡ്ജ് പ്ലാന്റുകളിൽ, വേലിച്ചെടികളിലൊക്കെ കാണുന്ന ഒരു പാരസറ്റിക് പ്ലാന്റ് ആണ് കസ്ക്യൂട്ട. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് കസ്ക്യൂട്ട. അതൊരു പാരസറ്റിക് പ്ലാന്റ് ആണ്. കസ്ക്യൂട്ടയുടെ ഒരു പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇൻ കോഴ്സ് ഓഫ് ഇവല്യൂഷൻ കസ്ക്യൂട്ടയിൽ എന്താണെന്ന് വെച്ചാൽ അത് കസ്ക്യൂട്ട ഏത് ഹോസ്റ്റ് പ്ലാന്റിലാണോ ഉള്ളത് അതിൽ നിന്നാണ് ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുന്നത്. സോ കോഴ്സ് ഓഫ് ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് കസ്ക്യൂട്ടയിൽ അതിന് ക്ലോറോഫില്ലും അതിൻ്റെ ലീവ്സും നഷ്ടപ്പെട്ടു. സോ ദേ ലോസ്റ്റ് ദ ക്ലോറോഫിൽ ആൻഡ് ലീവ്സ് ഇൻ ദ കോഴ്സ് ഓഫ് ഇവല്യൂഷൻ. സോ ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് കസ്ക്യൂട്ടയിൽ അതിന് ക്ലോറോഫില്ലും ഫോട്ടോസിന്തസിസ് നടത്താനുള്ള ഒരു ക്ലോറോഫില്ലും അതുപോലെ ലീവ്സും നഷ്ടപ്പെട്ടു. സോ ആ കസ്ക്യൂട്ട എന്ന് പറഞ്ഞ പാരസറ്റിക് പ്ലാന്റ് ഏത് ഹോസ്റ്റ് പ്ലാന്റിലാണുള്ളത് അതിൽ നിന്ന് ന്യൂട്രീഷനെ അബ്സോർബ് ചെയ്യുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മോസ്കിറ്റോ, ഫീമെയിൽ മോസ്കിറ്റോനെ നമ്മൾക്ക് ഒരിക്കലും ഒരു പാരസൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓൾദോ ഈ ഫീമെയിൽ മോസ്കിറ്റോക്ക് നമ്മുടെ ബ്ലഡ് വേണം അവരുടെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്നുണ്ടെങ്കിലും ഫീമെയിൽ മോസ്കിറ്റോനെ ഒരു പാരസൈറ്റിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുകയില്ല. ഇനി അടുത്ത ടൈപ്പ് പാരസൈറ്റാണ് എൻഡോപാരസൈറ്റ്. സോ എൻഡോപാരസൈറ്റ് എന്ന് പറയുന്നത് ദ പാരസൈറ്റ് ലിവ് ഇൻസൈഡ് ദ ഹോസ്റ്റ്. ഹോസ്റ്റ് ബോഡിയുടെ ഉള്ളിൽ കാണുന്ന ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ഹോസ്റ്റ് ബോഡിയിൽ കാണുന്നതാണ് എൻഡോപാരസൈറ്റ്. ഫോർ എക്സാമ്പിൾ ലിവറിലായിരിക്കാം, കിഡ്നിയിലായിരിക്കാം, ലങ്സിലായിരിക്കാം, RBCയിലായിരിക്കാം. സോ ലിവർ, കിഡ്നി, ലങ്സ്, RBC പോലത്തെയുള്ള ഹോസ്റ്റിൻ്റെ ഇൻസൈഡ് ബോഡി പാർട്സിൽ കാണുന്ന പാരസൈറ്റുകളാണ് എൻഡോപാരസൈറ്റ്. എക്ടോ ഔട്ട്സൈഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ, എൻഡോ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് അല്ലെങ്കിൽ ഇൻസൈഡ് ദ ബോഡി. ഇതാണ് രണ്ട് ടൈപ്പ് പാരസൈറ്റുകൾ. ഇതിൽ ഈ എൻഡോപാരസൈറ്റുകളുടെ ലൈഫ് സൈക്കിൾ കുറച്ചുകൂടി ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. സോ മോർ കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് സൈക്കിളാണ് എക്ടോപാരസൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ എൻഡോപാരസൈറ്റിന്. സോ എക്സ്ട്രീം സ്പെഷ്യലൈസേഷൻ തന്നെ എൻഡോപാരസൈറ്റിന് കാണാൻ പറ്റും. സോ ഈ എൻഡോപാരസൈറ്റിന് മോർഫോളജിക്കലായിട്ടും അനാറ്റമിക്കലായിട്ടും ഒരുപാട് ഫീച്ചേഴ്സാണ് ഉണ്ടാക്കുക. സോ മോർഫോളജിക്കൽ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് ഭയങ്കര സിമ്പിളായിരിക്കും, എന്നാൽ അവരുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ വളരെ കൂടുതലായിരിക്കും. സോ എൻഡോപാരസൈറ്റിൻ്റെ പ്രത്യേകത അവർ ഹൈ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. ആൻഡ് മോർഫോളജിക്കലി ആൻഡ് അനാട്ടമിക്കലി അവരുടെ ഫീച്ചേഴ്സ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ടായിരിക്കും എൻഡോപാരസൈറ്റ്. സോ എൻഡോപാരസൈറ്റ് മോർഫോളജിക്കലി ആൻഡ് അനാട്ടമിക്കലി അവരുടെ ഫീച്ചേഴ്സ് വളരെ സിമ്പിളായിരിക്കും, എന്നാൽ അവരുടെ റിപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ വളരെ ഹൈ ആയിരിക്കും. സോ എംഫസൈസ് ചെയ്യുന്നത് അവർ റിപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും ഈ എൻഡോപാരസൈറ്റുകൾക്ക്. ഇനി അടുത്തൊരു മെക്കാനിസമാണ് ബ്രൂഡ് പാരസിറ്റിസം. ഈ പാരസിറ്റിസത്തിലെ ഒരു പ്രത്യേകത വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു തരത്തിൽ ഉള്ളൊരു എക്സാമ്പിളാണ് ബ്രൂഡ് പാരസിറ്റിസം. അത് നമ്മുടെ ബേർഡ്സിൽ കാണപ്പെടുന്നതാണ്. പാരസിറ്റിസിൻ്റെ ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ബ്രൂഡ് പാരസിറ്റിസം സീൻ ബേർഡ്സ്. സോ പക്ഷികളിൽ കാണപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പാരസിറ്റിസമാണ് ബ്രൂഡ് പാരസിറ്റിസം. ബ്രൂഡ് പാരസിറ്റിസത്തിൽ പറയുന്നത് എത്രയേ ഉള്ളൂ, പാരസിറ്റിക് ബേർഡ്, അതിൽ പാരസിറ്റിക് ബേർഡ്സ് എന്ത് ചെയ്യുന്നു, ലേ ഇറ്റ്സ് എഗ്സ് ഇൻ ദ നെസ്റ്റ് ഓഫ് ഇറ്റ്സ് ഹോസ്റ്റ്. സോ ഈ പാരസിറ്റിക് ആയിട്ടുള്ള ബേർഡ് അതിൻ്റെ എഗ്ഗിനെ അതിൻ്റെ ഹോസ്റ്റിൻ്റെ നെസ്റ്റിലാണ് ലേ ചെയ്യുന്നത്. ആൻഡ് ലെറ്റ് ദ ഹോസ്റ്റ് ഇൻക്യുബേറ്റ് ദം. ഇങ്ങനെയാണ് ഇവിടെ പാരസിറ്റിസം എന്ന് പറയുന്നത് ബേർഡിൽ നടപ്പിലാവുന്നത്. സോ ബ്രൂഡ് പാരസിറ്റിസം ബേർഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ബേർഡ്, പാരസിറ്റിക് ആയിട്ടുള്ള ബേർഡ് അതിൻ്റെ എഗ്ഗിനെ ഹോസ്റ്റിൻ്റെ നെസ്റ്റിൽ ലേ ചെയ്യുന്നു. സോ ഹോസ്റ്റിൻ്റെ കൂട്ടിലാണ് ഈ പാരസിറ്റിക് ബേർഡ് അതിൻ്റെ എഗ്ഗിനെ ലേ ചെയ്യുന്നത്. സോ മുട്ടയിടുന്നത് എവിടെയാണ്, അതിൻ്റെ ഹോസ്റ്റിൻ്റെ
കൂടിലാണ്, നെസ്റ്റിലാണ്. എന്നിട്ട് ഹോസ്റ്റിനെ കൊണ്ട് തന്നെ ഈ പാരസിറ്റിക് ബേർഡ് അതിൻ്റെ എഗ്ഗിനെ ഇൻക്യുബേറ്റ് ചെയ്ത് വിരിയാൻ അനുവദിക്കുന്നു. സോ പാരസിറ്റിക് ബേർഡ് എന്ത് ചെയ്യുന്നു? ലേ ഇറ്റ്സ് എഗ്, അതിൻ്റെ എഗ്ഗിനെ ഇൻ ദ നെസ്റ്റ് ഓഫ് ഇറ്റ്സ് ഹോസ്റ്റിൻ്റെ നെസ്റ്റിൽ ലേ ചെയ്ത് ആ ഹോസ്റ്റിനെ കൊണ്ട് ഹോസ്റ്റിനെ കൊണ്ട് തന്നെ ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കുന്നു. പാരസിറ്റിക് ബേർഡിൻ്റെ എഗ്ഗിനെ ഹോസ്റ്റിനെ കൊണ്ട് തന്നെ ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കുന്നു. ആ ഒരു മെത്തേഡാണ് ബ്രൂഡ് പാരസിറ്റിസം ഇൻ ബേർഡ്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഗ് ഓഫ് എ പാരസിറ്റിക് ബേർഡ്. സോ കോഴ്സ് ഓഫ് ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഈ ബ്രൂഡ് പാരസിറ്റിസിനെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഗ് ഓഫ് എ പാരസിറ്റിക്, ഈ പാരസിറ്റിക് ബേർഡ് എന്ത് ചെയ്യുന്നു? ഹോസ്റ്റിൻ്റെ നെസ്റ്റിലാണ് അതിൻ്റെ എഗ്ഗിനെ ലേ ചെയ്യുന്നത്. എന്നിട്ട് ഹോസ്റ്റിനെ കൊണ്ട് ഇതിൻ്റെ എഗ്ഗിനെ ഇൻക്യുബേറ്റ് ചെയ്യിപ്പിക്കുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് എഗ് ഓഫ് എ പാരസിറ്റിക് ബേർഡ്, സോ പാരസിറ്റിക് ബേർഡിൻ്റെ എഗ്ഗ് എന്ത് ചെയ്യുന്നു? ഹാവ് ഇവോൾഡ് റിസംബ്ലൻസ്. സോ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഈ പാരസിറ്റിക് ബേർഡിൻ്റെ എഗ്ഗിന് ഒരുപാട് റിസംബ്ലൻസ് വരുന്നു. ആരുമായിട്ട്? ഹോസ്റ്റിൻ്റെ എഗ്ഗുമായിട്ട്, സൈസിലും കളറിലുമൊക്കെ. സോ ഹോസ്റ്റിൻ്റെ എഗ്ഗിനെ പോലെ തന്നെയുള്ള സൈസും കളറിലും ഒരുപാട് റിസംബ്ലൻസ് ഈ പാരസിറ്റിക് ബേർഡിന് ഇവോൾവ് ചെയ്ത് കോഴ്സ് ഓഫ് ഇവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് ഹോസ്റ്റ് ബേർഡ് ഡിറ്റക്റ്റിംഗ് ഫോറിൻ എഗ്സ്. സോ ഹോസ്റ്റ് ബേർഡിന് ആ ഫോറിൻ എഗ്ഗിനെ, ഈ പാരസിറ്റിക് ബേർഡിൻ്റെ എഗ്ഗിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹോസ്റ്റ് ബേർഡ് ഒന്നും ചെയ്യില്ല, അതിനെ ഇജക്റ്റ് ചെയ്യില്ല, അതിനെ റിമൂവ് ചെയ്യില്ല. സോ എന്തിനു വേണ്ടിയിട്ടാണ്? എഗ് ഓഫ് എ പാരസിറ്റിക് ബേർഡ് ഹാവ് ഇവോൾവ് റിസംബ്ലൻസ്. പാരസിറ്റിക് ബേർഡിന് എന്ത് റിസംബ്ലൻസ് ഇവോൾവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്? ദ ഹോസ്റ്റ് എഗ്, ഹോസ്റ്റിൻ്റെ എഗ്ഗിനെ പോലെ തന്നെ സൈസിലും കളറിലും. എന്തിനു വേണ്ടി? ടു റെഡ്യൂസ് ദ ചാൻസസ് ഓഫ് ഹോസ്റ്റ് ബേർഡ് ഡിറ്റക്റ്റിംഗ്, ഹോസ്റ്റ് ബേർഡ് തിരിച്ചറിയാതിരിക്കാനും, ഡിറ്റക്റ്റിംഗ് ഫോറിൻ എഗ്സ്, ഇതിൻ്റെ ഫോറിൻ എഗ്ഗിനെ തിരിച്ചറിയാതിരിക്കാനും, ആൻഡ് ഇജക്റ്റിംഗ് ദം ഫ്രം നെസ്റ്റ്, ഇതിനെ തിരിച്ചറിഞ്ഞ് ഈ എഗ്ഗിനെ അതിനെ റിമൂവ് ഇജക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു റിസംബ്ലൻസ് പാരസിറ്റിക് ബേർഡിൻ്റെ എഗ്ഗിന് ഹോസ്റ്റ് ബേർഡിനെ പോലെ തന്നെ വന്നു. അപ്പോൾ ഹോസ്റ്റ് ബേർഡ് എന്ത് ചെയ്യും? ഹോസ്റ്റ് ബേർഡ് സ്വന്തം എഗ്ഗാണെന്ന് വിചാരിച്ച് അതിനെയും ഇൻക്യുബേറ്റ് ചെയ്യുന്നു. സോ ഹോസ്റ്റ് ബേർഡിൻ്റെ പോലെ തന്നെയല്ല, ആ എഗ്ഗിൻ്റെ പോലെ തന്നെ ഹോസ്റ്റ് ബേർഡിന് ഏത് തരത്തിലുള്ള എഗ്ഗാണ് ലേ ചെയ്യുന്നത്, ആ എഗ്ഗിൻ്റെ അതേ റിസംബ്ലൻസ് ആണ് പാരസിറ്റിക് ബേർഡിൻ്റെ ലേ ചെയ്യുന്ന എഗ്ഗിനും, സൈസിലും കളറിലും. അതുവഴി എന്ത് ചെയ്യുന്നു? ഹോസ്റ്റ് ബേർഡ് അത് അതിൻ്റെ സ്വന്തം എഗ്ഗാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. സോ അതുവഴി ഈ ഹോസ്റ്റ് ബേർഡ് പാരസിറ്റിക് ബേർഡിൻ്റെ എഗ്ഗിനെ എന്ത് ചെയ്യുന്നില്ല? ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യില്ല, അതുപോലെ തന്നെ അതിനെ ഇജക്റ്റ് ചെയ്യുകയും ചെയ്യില്ല. അത് സ്വന്തം എഗ്ഗാണെന്ന് വിചാരിച്ച് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു മെക്കാനിസമാണ് ബ്രൂഡ് പാരസിറ്റിസം. ആ ബ്രൂഡ് പാരസിറ്റിസം നമുക്ക് എക്സാമ്പിൾ പറയുന്നത് കുക്കു ആൻഡ് ക്രോയിലാണ്. കുക്കു എന്ന് പറയുന്നത് കുയിലാണ്. സോ കുയിൽ എന്ത് ചെയ്യുന്നു? ഈ ക്രോൻ്റെ, കാക്കയുടെ കൂട്ടിലാണ് ഈ കുയിൽ മുട്ടയിടുന്നത്. സോ കുയിലിൻ്റെ മുട്ടയിടുന്നത് ഏതിലാണ്? കാക്കയുടെ കൂട്ടിലാണ്. അങ്ങനെ കാക്ക അത് സ്വന്തം എഗ്ഗാണെന്ന് വിചാരിച്ച് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു മെക്കാനിസം നമുക്ക് ഈ പറഞ്ഞ ബ്രീഡിംഗ് സീസണിൽ നമ്മുടെ നെയ്ബർഹുഡിലോ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബ്രീഡിംഗ് സീസൺ, ഒരു സ്പ്രിംഗ് ടു സമ്മർ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ബ്രീഡിംഗ് സീസണാണ് സ്പ്രിംഗ് ടു സമ്മർ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രൂഡ് പാരസിറ്റിസം കാണാൻ പറ്റും. ഇതിൽ കുക്കു, ഈ കുയിൽ അതിൻ്റെ മുട്ട ഈ ക്രോൻ്റെ, കാക്കയുടെ കൂടിൽ ഇടുന്നത് നമുക്ക് കാണാം. ലേസ് എഗ്സ് ഇൻ നെസ്റ്റ് ഓഫ് ക്രോ. സോ കുക്കു ലേസ് ഇറ്റ്സ്, പാരസിറ്റിക് ബേർഡാണ് ഇവിടെ പറയുന്ന കുക്കു, അത് അതിൻ്റെ എഗ്ഗിനു ക്രോൻ്റെ നെസ്റ്റിലാണ് ലേ ചെയ്യുന്നത്. സോ ഈ പാരസൈറ്റുകൾക്ക് സാധാരണയായിട്ട് ഈ നമ്മളിപ്പോൾ പറഞ്ഞ പാരസിറ്റിസം പലതരത്തിൽ, ബ്രൂഡ് പാരസിറ്റിസമാണ് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത്. സോ പാരസൈറ്റിന് ചുരുക്കത്തിൽ പറഞ്ഞ ഒരു പുവർ മീൻസ് ഓഫ് ഡിസ്പേഴ്സലാണ്. അത് അതിന് സ്പെഷ്യൽ സ്ട്രക്ചറൊക്കെ വേണം അതിൻ്റെ ഹോസ്റ്റിൽ അതിന് സർവൈവ് ചെയ്യണമെങ്കിൽ. സോ ജനറലി പാരസൈറ്റ്സുകൾ ഹോസ്റ്റിനെ കില്ല് ചെയ്യുകയില്ല. പകരം ഹോസ്റ്റിൽ നിന്ന് അതിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ സ്പെഷ്യൽ മെക്കാനിസം അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് വെച്ച് അതിനെ ഫീഡ് ചെയ്തെടുക്കുകയാണ്. സോ പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ ഹോസ്റ്റ് ബോഡിയിൽ നിന്ന് അതിനാവശ്യമുള്ള ന്യൂട്രീഷൻ അത് യൂട്ടിലൈസ് ചെയ്യുകയാണ് ഈ പറഞ്ഞ പാരസൈറ്റുകൾ ചെയ്യുന്നത്. സോ ജനറലി പാരസൈറ്റ് എന്ത് ചെയ്യില്ല? ഹോസ്റ്റിനെ കില്ല് ചെയ്യുകയില്ല. എന്നാൽ പ്രിഡേറ്റേഴ്സ് അങ്ങനെയല്ല. പ്രിഡേറ്റേഴ്സ് മൊബൈലാണ്. പ്രിഡേറ്റേഴ്സിന്
പ്രെയിനെ ക്യാപ്ചർ ചെയ്യാനും കില്ല് ചെയ്യാനും പറ്റും. സോ ഈസിലി ഡെഫിനറ്റ്ലി പ്രിഡേറ്റേഴ്സ് എന്ത് ചെയ്യും, ഹോസ്റ്റിനെ കില്ല് ചെയ്യും, അതുപോലെ ഫീഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ പാരസൈറ്റ് എന്ത് ചെയ്യില്ല, പാരസൈറ്റ് അതിനെ ഹാം ചെയ്യുന്നു, അതിൻ്റെ ഗ്രോത്ത്, റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ, ഹോസ്റ്റിൻ്റെ എബിലിറ്റി, സർവൈവൽ, അതുപോലെ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതുപോലെ ഹോസ്റ്റിനെ വീക്കാക്കി ചെയ്യുകയുള്ളൂ. അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള എല്ലാ അതിൻ്റെ എബിലിറ്റീസും. കാരണം ഹോസ്റ്റിൽ ഇരുന്നാൽ മാത്രമേ ഈ പാരസൈറ്റിനും സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഹോസ്റ്റിനെ ഒരിക്കലും പാരസൈറ്റ് കിൽ ചെയ്യുകയില്ല. അതേസമയം പ്രിഡേറ്റേഴ്സ് എന്ത് ചെയ്യും, അതിനെ പ്രേനെ കിൽ ചെയ്യുന്നു. ബിക്കോസ് പ്രിഡേറ്റേഴ്സിന് ക്യാപ്ചർ ചെയ്യാനും മൂവ് ചെയ്യാനും സാധിക്കുന്നത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അതിൻ്റെ പ്രേനെ കിൽ ചെയ്യുന്നു. ഇതാണ് ആ പ്രിഡേഷനും പാരസിറ്റിസം തമ്മിലുള്ള ഡിഫറൻസ്.